നസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഫിലിപ്സ് എയർ ഫ്രയറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അതേപോലെ കറണ്ട് ബില്ല് കൂടുതലാവുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായാലും ഉപയോഗിക്കാത്തവർക്ക് എന്തായാലും സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ കൂടി ഒരു ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ വാങ്ങിയിട്ടുള്ള എയർ ഫ്രയർ 4.2 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് അത് മതിയാവും കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ളത് വാങ്ങാവുന്നതാണ്. എനിക്ക് ഈ ഒരു വലിപ്പമാണ് പാകം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേറ്റ് പറയാം. 8,800 കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ഫിലിപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നോക്കിയെടുത്താണ്. ഇതിനേക്കാൾ പൈസ കുറഞ്ഞത് 3,500 മുതൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതല്ല, കടയിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു അങ്കലാപ്പേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ എല്ലാം ഈസിയാണ്. അപ്പോൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു വലിയൊരു ട്രേൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ട്രേ കണ്ടില്ലേ, അതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കുക. പിന്നെ ഇത് നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ലൈനറോ, പിന്നെ അതേപോലെ ഈ സിലിക്കണിൻ്റെ പാത്രങ്ങളുണ്ട്, പിന്നെ അതേപോലെ ഓവനിൽ വെക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഇതിൽ വെക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ്, പിന്നെ കേക്ക് ടിന്ന്, അതൊക്കെ വെക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കോയിലാണ് നന്നായിട്ട് ചൂടാവുന്നത്. അത് ചൂടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അതൊരു ഫാന് പോലത്തെ അതിങ്ങനെ കറങ്ങുമ്പോഴാണ് നമ്മൾ ആ ഒരു ഭക്ഷണ സാധനത്തിലേക്ക് അതിൻ്റെ ഒരു ചൂടെത്തുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ കോയിലിൻ്റെ ഭാഗത്തൊന്നും വെള്ളം അങ്ങനത്തെ ഒന്നും ആവാൻ പാടില്ല. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താ ഈ ഒരു ഇതിൽ തന്നെ കണ്ടില്ലേ, ആ പല ടൈപ്പ് ഫുഡിൻ്റെ ഒക്കെ അത് നമുക്ക് ടെമ്പറേച്ചർ റെഡിയാക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഏതാണ് ഫുഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പൗസ് ചെയ്തിട്ട് ഒന്ന് പുറത്തേക്ക് ആ ട്രേ എടുത്ത് നോക്കിയാൽ വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയാം. വേണമെങ്കിൽ തിരിച്ചിടാം. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ എയർ ഫ്രയറിൽ തിരിച്ചിടണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. തിരിച്ചിടേണ്ട ആവശ്യമില്ല, താഴോട്ടും മേലോട്ടൊക്കെ വേവ് എത്തിക്കോളുന്നു. പക്ഷേ നമുക്കതൊരു സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് മറിച്ചിടലുണ്ട് കേട്ടോ. വളരെ ചെറിയ രീതിയിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കറണ്ട് ആവുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ സാധാരണ ഗ്യാസുമേൽ വെച്ചിട്ടല്ലേ കുക്ക് ചെയ്യുക. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഒക്കെ കറണ്ട് നമുക്ക് എന്തായാലും ആവുമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ കറണ്ടൊക്കെ ആവും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഡെയിലി ഗ്യാസ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കില്ലല്ലോ. വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമല്ലേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറണ്ട് ആയാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഹെൽത്തിന് ഇത് നല്ലതാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ടായി. ഞാൻ പിന്നെ യൂട്യൂബിൽ കുറേ ഡോക്ടർമാരെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ടതിൻ്റെ ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് കുറേ ആയിട്ട് ഒരു 1-2 വർഷത്തോളമായിട്ട് ഞാനിത് വാങ്ങണം എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്നാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഓവൻ വാങ്ങണം എന്നതിന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിന്. പിന്നെ ഓവനിൻ്റെ അത്ര റേറ്റും ഇതില്ല. പിന്നെ അതുമല്ല ഓവനിൽ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഓവനാകുമ്പോൾ പിന്നെ ചൂടാക്കൽ അങ്ങനത്തെ ഒന്നും പറ്റൂല. അങ്ങനത്തെ 2 ടൈപ്പ് ഓവനാണ്, മൈക്രോവേവും കൺവെൻഷൻ ഓവനും ആണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം ഇതിൽ നിന്ന് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഈ ഹെൽത്തിന് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഭക്ഷണ സാധനങ്ങൾ ഓവർ ഹീറ്റായാൽ നമ്മളെ ഹെൽത്തിന് കേടാണ്. ഇത് കരിഞ്ഞു പോയാലൊക്കെ ഈ കരിഞ്ഞ അൽഫാം പോലത്തെ ഒക്കെ കരിഞ്ഞതാണല്ലോ ഉണ്ടാകുക. അപ്പോൾ അത് അധികം കഴിക്കരുത് എന്നാണല്ലോ നമ്മളിപ്പോഴും കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കരിയിക്കണം കേട്ടോ. നമ്മൾ ഫുഡ് അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് കരിയിക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിന് വലിയ പ്രശ്നമാണ്. പിന്നെ ഓയിൽ ഒരുപാട് യൂസ് ചെയ്യേണ്ട ആ കാര്യമില്ല. പിന്നെ കുറഞ്ഞ ഒരു ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റിന് ഒരു ഇതുണ്ടാവും. നമ്മൾ ഇതുവരെ ഓയിലൊക്കെ പൊരിച്ചിട്ട് ഉപയോഗിച്ചതിനെ കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓയിലില്ലാതെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുക. കേക്ക് വെച്ചാൽ വലിയൊരു കേക്കല്ല, കേക്ക് ടിന്നൊക്കെ ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. കാര്യമായിട്ട് ബിരിയാണിയൊക്കെ നല്ല രീതിയിൽ ഇതിൽ ചൂടാക്കാൻ പറ്റും. പിന്നെ അത് നമുക്ക് എപ്പോഴും നമ്മളെ മലയാളികളുടെ ഒരു ശീലമാണല്ലോ, തലേന്നത്തെ ബിരിയാണി പിറ്റിയത് ചൂടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ബിരിയാണി ചൂടാക്കുന്ന സമയത്ത് മേലെ കുറച്ച് വെള്ളം തളിക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി നിൽക്കും. ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ കുറച്ച് വെള്ളം തളിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ചോറ് കിട്ടും. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഈ ഒരു ഇതിലുണ്ടാക്കാൻ പറ്റും എയർ ഫ്രയറിൽ. അപ്പോൾ ഞാൻ വഴിയെ ഓരോന്നും ഇതിലുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം. പിന്നെ ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലുണ്ടാക്കിയാൽ.
നമുക്ക് എന്തെങ്കിലും വറുത്തെടുക്കണമെങ്കിൽ അതും ഇതിൽ പറ്റും കേട്ടോ. പച്ച കടലൊക്കെ അല്ലേ, നിലക്കടലൊക്കെ അതിൽ നിന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ പഴം പുഴുങ്ങ, കോഴിമുട്ട പുഴുങ്ങ, അതൊക്കെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ടൈമൊക്കെ നമുക്ക് ഒന്ന് പഠിച്ചെടുക്കേണ്ട അത്യാവശ്യമാണ്. എങ്കിൽ തന്നെ ഇതൊരു യൂസ് നമുക്ക് റെഡി ആവുകയുള്ളൂ. പിന്നെ ഓരോ ഫുഡിനും ഓരോ ടൈമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതലിനും 180-ഉം 200 ഡിഗ്രി തന്നെയാണ് ചൂട് ഉണ്ടാവുക. പക്ഷേ ബാക്കിയുള്ള ടൈമാണ് കുറച്ച് ഒന്ന് ക്രമീകരിക്കേണ്ടത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 4.2 ലിറ്ററിൻ്റെ ആണ്. അതുകൊണ്ട് ഇതിൽ 800 ഗ്രാം ചിക്കൻ വരെ ഇതിൽ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ചിക്കനൊക്കെ ഇതേപോലെ വെക്കുമ്പോൾ അട്ടിക്കട്ടിക്ക് വെക്കാൻ പാടില്ല കേട്ടോ. ഒന്നുമേൽ തൊടാത്ത രീതിയിലാണ് വെക്കേണ്ടത്. പിന്നെ വളരെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ. എനിക്ക് തോന്നുന്നു 1 സ്പൂൺ ഓയിൽ കൊണ്ടൊക്കെ 1 കിലോ ചിക്കനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും പ്രഷറും ഷുഗറും എല്ലാം ഉള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ എണ്ണ അധികം യൂസ് ചെയ്യാത്ത തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിനും നല്ലതാണ്. വലിയൊരു പ്രശ്നമില്ല എന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓവനും പിന്നെ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആധികാരികമായിട്ട് ഇതിൻ്റെ ഹെൽത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് പറയാൻ ഞാൻ ആളല്ലല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ നിങ്ങളെപ്പോലുള്ളൊരു വീട്ടമ്മ തന്നെയാണ് ഞാൻ. അപ്പോൾ കൂടുതൽ ഒന്ന് നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇത്രയും പൈസ മുടക്കി വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ടൈപ്പ് ലൈനർ ഉണ്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് 100 എണ്ണമുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തും ആ ഒരു ലൈനർ അതിൽ വെച്ചിട്ട് നമുക്ക് അതിൽ വെച്ചാൽ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സോപ്പ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന മാതിരിയൊന്നും ഈ എയർ ഫ്രയർ കഴുകാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, കറണ്ടിൻ്റെതുമാണ്. പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം നമുക്ക് അത് ഈട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു ലൈനർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ അത് ഒഴിവാക്കുക, കത്തിച്ച് കളയുകയും ചെയ്യാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യലില്ലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത്. പിന്നെ സിലിക്കണിൻ്റെ ഈ ട്രേകളുണ്ട് പല ടൈപ്പിലും പല അളവിലുള്ള, അത് വാങ്ങിയാലും നല്ലതാണ്. പിന്നെ ഗ്ലാസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസിൻ്റെ ബൗളില്ല നല്ല ക്വാളിറ്റി ഉള്ളത്, അതും ഇതിൽ യൂസ് ചെയ്യട്ടോ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെങ്കിലൊക്കെ. ഈ സാധനം എനിക്ക് ഒറ്റ യൂസ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇതിപ്പോൾ ഞാൻ കുറേ ആളുകളോട് അന്വേഷിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 100% ഇതിൽ ഹാപ്പിയാണ് ഈ ഒരു എയർ ഫ്രയറിൽ. ഞാൻ നേരത്തെ കാണിച്ച കോയിലില്ലേ ഇതിൻ്റെ അടിയിൽ നമ്മളെ ചൂട് വരുന്ന അത് ചെറിയൊരു നനവോട് കൂടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ആവി തട്ടിയിട്ട് അതിലൊക്കെ നല്ല അഴുക്ക് പിടിക്കും. പിന്നെ അത് അവിടെ കിടന്നിട്ട് റെസ്റ്റ് പിടിക്കും. അത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ല കേട്ടോ. അത് നമ്മളെ ഫുഡിലേക്ക് തന്നെയാണല്ലോ പിന്നെയും വരിക. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. പിന്നെ പഴം പുഴുങ്ങുന്ന സമയത്ത് ഇത്രയും വലിയ പഴമൊക്കെ ആണെങ്കിൽ 2 പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചിട്ട് അതിലിടണം കേട്ടോ. അല്ലെങ്കിൽ വേവ് ഒത്തിരി കുറയായിരിക്കും. പിന്നെ 7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ പഴം പുഴുങ്ങി കിട്ടും. അതാകുമ്പോൾ വളരെ ഇതല്ല, നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചാൽ 10, 15, 20 മിനിറ്റ് എന്തായാലും വേണ്ട പഴം പുഴുങ്ങിയെടുക്കാൻ. അപ്പോൾ ഇതിലാകുമ്പോൾ വളരെ കുറഞ്ഞ സമയം മതി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.